നമസ്കാരം. KCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സോന. ആദ്യം പ്രധാന വാർത്തകൾ. $1.5 ലക്ഷം രൂപയോളം വിലമതിക്കുന്ന പൈപ്പും അനുബന്ധ ഉപകരണങ്ങളും മോഷ്ടിച്ച കേസിൽ 4 പേർ പിടിയിൽ. താഴ്ചയുള്ള പാറമടയിലെ വെള്ളത്തിൽ വീണ 8 ആടുകൾക്ക് അഗ്നിരക്ഷാസേന രക്ഷകരായി. കാവനാട് പഞ്ചമി വായനശാലയിൽ നടന്നുവരുന്ന വേനലവധിക്കാല അക്ഷരം പഠനക്കളരിയിലെ അംഗങ്ങളുടെ നേതൃത്വത്തിൽ വിഷുവാഘോഷം സംഘടിപ്പിച്ചു. നന്ദിപുലം തൃക്കയിൽ ബലരാമ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ അക്ഷയ തൃതീയ മഹോത്സവത്തിന്റെ ഭാഗമായി നടത്തുന്ന ഭജനോത്സവം തുടരുന്നു. ചാലക്കുടി പ്രസ് ഫോറം ഒരുക്കിയ വിഷുവാഘോഷം നഗരസഭാധ്യക്ഷ ആലിസ് ഷിബു ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. എടത്തിരുത്തി പഞ്ചായത്തിലെ വാട്ടർ അതോറിറ്റി മെയിന്റനൻസ് ജോലികൾക്കായി എത്തിച്ച 1.5 ലക്ഷം രൂപയോളം വിലമതിക്കുന്ന പൈപ്പും അനുബന്ധ ഉപകരണങ്ങളും മോഷ്ടിച്ച കേസിൽ 4 പേർ പിടിയിൽ. ചന്ദ്രാപ്പിനി സ്വദേശികളായ ഈരാറ്റുവീട്ടിൽ ഗോകുൽ, ഭഗവതിപ്പറമ്പിൽ വീട്ടിൽ സന്ദീപ് എന്നിവരെയും മോഷണ മുതലുകൾ വാങ്ങിയ 2 ആക്രിക്കട ഉടമകളായ വലപ്പാട് കഴിമ്പ്രം സ്വദേശി പുതുവീട്ടിൽ അനിൽ, തമിഴ്നാട് പൊള്ളാച്ചി സ്വദേശി കാളിമുത്തു എന്നിവരെയുമാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ഗോകുൽ, സന്ദീപ് എന്നിവർ ചേർന്ന് മോഷ്ടിച്ച കാസ്റ്റ് അയൺ സ്പെഷ്യൽസ് അനിൽ, കാളിമുത്തു എന്നിവരുടെ ആക്രിക്കടകളിലാണ് വിറ്റിരുന്നത്. തൃശൂർ റൂറൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഈ കടകളിൽ നിന്നും മോഷണ മുതലുകൾ കണ്ടെത്തുകയായിരുന്നു. മോഷണം പോയ സാധനങ്ങളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇവ വാങ്ങിയതാണ് അനിലിനെയും കാളിമുത്തുവിനെയും പ്രതി ചേർത്ത് അറസ്റ്റ് ചെയ്തത്. പരിസര പ്രദേശങ്ങളിൽ നിന്നും ലഭിച്ച സൂചനകളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ ശാസ്ത്രീയമായ അന്വേഷണത്തിലൊടുവിലാണ് പ്രതികൾ വലയിലായത്. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ SHO ബിജിത്ത്, SI ഫാദിൽ റഹ്മാൻ, ഗ്രേഡ് SI ജയ്സിൻ, ഗ്രേഡ് SIമാരായ ജോബി, രമേശ്, ഗ്രേഡ് CPOമാരായ സുനിൽകുമാർ, ജോസഫ്, സിനോജ്, റഹീം, CPO ശരത് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. 80 അടി താഴ്ചയുള്ള പാറമടയിലെ വെള്ളത്തിൽ വീണ 8 ആടുകൾക്ക് അഗ്നിരക്ഷാസേന രക്ഷകരായി. ചട്ടിക്കുളം JRD ക്രഷറിന്റെ ഉടമസ്ഥതയിലുള്ള പാറമടയിൽ ബുധനാഴ്ച വൈകിട്ടോടെയായിരുന്നു സംഭവം. 40 അടിയോളം വെള്ളമുള്ള മടയിൽ കുടുങ്ങിയ ആടുകളെ ജീവൻ പണയപ്പെടുത്തിയാണ് സേനാംഗങ്ങൾ കരക്കെത്തിച്ചത്. വൈകിട്ട് 5:23 വിവരം ലഭിച്ചയുടൻ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ രമേശ് RK, സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ PO വർഗീസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി. കുത്തനെയുള്ള പാറക്കെട്ടുകളും വഴുക്കലും കാരണം ഏണിവെച്ച് ഇറങ്ങാൻ കഴിയാത്തത് രക്ഷാദൌത്യത്തിന് വെല്ലുവിളിയായി. തുടർന്ന് റോപ്പ് ഉപയോഗിച്ച് താഴെയിറങ്ങാൻ സേന തീരുമാനിക്കുകയായിരുന്നു. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ C ജയകൃഷ്ണനെ ചെയർനോട്ട് സഹായത്തോടെ 80 അടി താഴേക്ക് ഇറക്കി. കൂർത്ത പാറകളും വഴുക്കലുമുള്ള അപകട മേഖലയിൽ സഹപ്രവർത്തകരുടെ പിന്തുണയോടെ ജയകൃഷ്ണൻ ആടുകൾക്കരികിലെത്തി. തുടർന്ന് റോപ്പ് നെറ്റുകൾ ഉപയോഗിച്ച് ഓരോ ആടിനെയും കെട്ടി മുകളിലെത്തിക്കുകയായിരുന്നു. മടയിൽ വീണ 9 ആടുകളിൽ 8 എണ്ണത്തിനെയും രക്ഷിക്കാനായി. ഒരെണ്ണം വീഴ്ചയുടെ ആഘാതത്തിൽ ചത്തു. സേനാംഗങ്ങളായ ശ്യാം മോഹൻ, റെജി S വാര്യർ, VN അരുൺ, PS മിഥുൻ, ഹോംഗാർഡ് KK അബൂബക്കർ എന്നിവരും ദൌത്യത്തിൽ പങ്കാളികളായി. സേനയുടെ ധീരമായ ഇടപെടലിനെ നാട്ടുകാർ അഭിനന്ദിച്ചു. കാവനാട് പഞ്ചമി വായനശാലയിൽ നടന്നുവരുന്ന വേനലവധിക്കാല അക്ഷരം പഠനക്കളരിയിലെ അംഗങ്ങളുടെ നേതൃത്വത്തിൽ വിഷുവാഘോഷം സംഘടിപ്പിച്ചു. സാമൂഹ്യ പ്രവർത്തകയും അക്ഷരം പഠനക്കളരിയുടെ കോർഡിനേറ്ററുമാരായ EK രാജലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. വാർഡംഗം KR ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. KS അപ്പുക്കുട്ടൻ, പാർവതി കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. പഠിതാക്കളായ ആദിത്യൻ സ്വാഗതവും നിദ്ര നന്ദിയും പറഞ്ഞു. എല്ലാ കുട്ടികളും പങ്കാളികളായ വിവിധ പരിപാടികൾ അരങ്ങേറി. EK രാജലക്ഷ്മിയുടെയും പാർവതിയുടെയും സന്നദ്ധ പ്രവർത്തനത്തിലൂടെ തികച്ചും സൗജന്യമായാണ് ഏപ്രിൽ മുതൽ പഠനക്കളരി ആരംഭിച്ചിരുന്നത്.
നന്ദിപുലം തൃക്കയിൽ ബലരാമ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ അക്ഷയ തൃതീയ മഹോത്സവത്തിന്റെ ഭാഗമായി നടത്തുന്ന ഭജനോത്സവം തുടരുന്നു. രാവിലെ സഹസ്രനാമ അർച്ചന, ഗീതാപാരായണം, സഹസ്രനാമ പാരായണം, ഭാഗവത സംഗ്രഹം പാരായണം എന്നിവ നടന്നു. വൈകുന്നേരം ഹരിനാമ കീർത്തനം, ഗീതാമൃതം ഭജൻസ് ആറ്റപ്പള്ളി അവതരിപ്പിക്കുന്ന ഭജന, തുടർന്ന് പ്രസാദകൂട്ട് എന്നിവയും ഉണ്ടായി. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ഇടവേള. വാർത്തകൾ തുടരുന്നു. അതിരപ്പിള്ളിയിലെ മഞ്ഞക്കൊമ്പൻ എന്ന കാട്ടാനയ്ക്ക് തുമ്പിക്കൈയിൽ ഗുരുതര പരിക്ക്. കഴിഞ്ഞ 3 ദിവസമായി ആന ഈ പ്രദേശത്ത് പരിക്കുകളോടെ അലയുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. ആന ഇപ്പോൾ ഉള്ളത് പാലപ്പിള്ളി എസ്റ്റേറ്റിലെ ചൊക്കനയിലാണ്. കാട്ടാനകൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിലാകാം മഞ്ഞക്കൊമ്പന് പരിക്കേറ്റതെന്നാണ് വനംവകുപ്പിന്റെ പ്രാഥമിക നിഗമനം. തുമ്പിക്കൈയിലെ മുറിവ് ആഴത്തിലുള്ളതാണെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നു. മുപ്ലിയം ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലാണ് ഇപ്പോൾ ആനയുള്ളത്. RRT സംഘം ആനയെ നിരീക്ഷിച്ചു വരികയാണ്. മയക്കുവെടി വെച്ച് ആനയെ ചികിത്സിക്കാനാണ് വനംവകുപ്പിന്റെ തീരുമാനം. ഇതിനായി വെറ്റിനറി ഡോക്ടർമാരുടെ പ്രത്യേക സംഘം ഉടൻ സ്ഥലത്തെത്തും. ആന വനത്തിനുള്ളിൽ മറഞ്ഞിരിക്കുകയാണെന്നും കൃത്യമായ ലൊക്കേഷൻ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും അധികൃതർ അറിയിച്ചു. മദപ്പാടിൽ അപകടകാരിയാണ് മഞ്ഞക്കൊമ്പൻ. 3 പേരെ ഇതിനോടകം കൊന്നിട്ടുണ്ട്. ചാലക്കുടി പ്രസ് ഫോറം ഒരുക്കിയ വിഷു ആഘോഷം നഗരസഭാ അധ്യക്ഷ ആലിസ് ഷിബു ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് അഡ്വക്കേറ്റ് രമേഷ് കുമാർ കുഴിക്കാട്ടിൽ അധ്യക്ഷത വഹിച്ചു. മുഴുവൻ അംഗങ്ങൾക്കും വിഷു കൈനീട്ടം വിതരണം ചെയ്തു. സെക്രട്ടറി സുനിൽ സരോവരം, രക്ഷാധികാരി MS സദാനന്ദൻ, വൈസ് പ്രസിഡന്റുമാരായ ലിക്സൺ വർഗീസ്, വിൽസൺ മേച്ചേരി, ജോയിന്റ് സെക്രട്ടറിമാരായ ലിജോയ് കെ ജോയ്, നെൽസൺ ഫ്രാൻസിസ്, മുൻ പ്രസിഡന്റുമാരായ ലാലുമോൻ ചാലക്കുടി, KN വേണു, മധു ചിറക്കൽ, അഡ്വക്കേറ്റ് NR സരിത, തോമസ് കോമ്പാറ, ഷാലി മുരിങ്ങൂർ, ഭരിത പ്രതാപ്, ഓഡിറ്റർ KV ബിനേഷ്, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ PS രാഹുൽ, അക്ഷര ഉണ്ണികൃഷ്ണൻ, മുൻ സെക്രട്ടറിമാരായ PA ഫൈസൽ, റോസ്മോൾ ഡോണി, അംഗങ്ങളായ ജിനു മേച്ചേരി, ഡിനോ കൈനാടത്ത്, വിപിൻ സമ്പാളൂർ, PK ബാബു, ആഷിൻ പോൾ എന്നിവർ പ്രസംഗിച്ചു. വിഷുസദ്യയും ഒരുക്കിയിരുന്നു. അംഗങ്ങളുടെ മക്കളിൽ വിവിധ രംഗങ്ങളിൽ മികവ് പുലർത്തിയ CS ആൽഡ്രിച്ച്, KB മിതാൽ എന്നിവരെ അനുമോദിച്ചു. CBSE 10ാം ക്ലാസ് പരീക്ഷയിൽ തുടർച്ചയായി 13ാം വർഷവും 100% വിജയം കരസ്ഥമാക്കി ചെങ്ങമനാട് സരസ്വതി വിദ്യാനികേതൻ സ്കൂൾ. പരീക്ഷ എഴുതിയ 34 വിദ്യാർത്ഥികളിൽ 14 വിദ്യാർത്ഥികളും 90%-ൽ കൂടുതൽ മാർക്ക് കരസ്ഥമാക്കി. മാധവ S പിള്ള 497 മാർക്ക് നേടി വിദ്യാലയത്തിലെ 1ാം സ്ഥാനം കരസ്ഥമാക്കി. 14 വിദ്യാർത്ഥികൾക്ക് ഡിസ്റ്റിങ്ഷനും 6 വിദ്യാർത്ഥികൾ ഫസ്റ്റ് ക്ലാസും ലഭിച്ചു. മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും നേതൃത്വത്തിൽ അനുമോദിച്ചു. ഇന്നത്തെ സ്വർണ്ണവില. ഗ്രാമിന് 14,260 രൂപയും പവന് 1,14,080 രൂപയും. പന്തല്ലുക്കാരൻ ജ്വല്ലറി കൊടകര പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 1.5 ലക്ഷം രൂപയോളം വിലമതിക്കുന്ന പൈപ്പും അനുബന്ധ ഉപകരണങ്ങളും മോഷ്ടിച്ച കേസിൽ 4 പേർ പിടിയിൽ. താഴ്ചയുള്ള പാറമടയിലെ വെള്ളത്തിൽ വീണ 8 ആളുകൾക്ക് അഗ്നിരക്ഷാസേന രക്ഷകരായി.
പഞ്ചമി വായനശാലയിൽ നടന്നുവരുന്ന വേനലവധിക്കാല അക്ഷരം പഠനക്കളരിയിലെ അംഗങ്ങളുടെ നേതൃത്വത്തിൽ വിഷു ആഘോഷം സംഘടിപ്പിച്ചു. നന്ദിപുലം തൃക്കയിൽ ബലരാമ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ അക്ഷയ തൃതീയ മഹോത്സവത്തിന്റെ ഭാഗമായി നടത്തുന്ന ഭജനോത്സവം തുടരുന്നു. ചാലക്കുടി പ്രസ് ഫോറം ഒരുക്കിയ വിഷു ആഘോഷം നഗരസഭാധ്യക്ഷ ആലിസ് ഷിബു ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.